സച്ചി ഇത്? സാർ നമ്മുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നതല്ലേ? താങ്ക്സ്. എന്തായാലും നീതി നടപ്പിലായി. ഇതോടെ എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമല്ലോ. ഓൾ ദി ബെസ്റ്റ്. എന്ത് നീതി നടപ്പായെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നഷ്ടപ്പെട്ടതല്ല ഈ വിധിയോടെ എനിക്ക് തിരിച്ചു കിട്ടുമോ? നീതി എന്ന വാക്കുച്ചരിക്കാൻ പോലും നിങ്ങൾ അർഹനല്ല. കാരണം എന്നോട് ഏറ്റവും വലിയ നീതി നിഷേധം കാണിച്ചത് നിങ്ങളാ. സച്ചി, എന്താ ഇത്? സോറി വെക്കില്ലേ, ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. സോറി സർ, സച്ചി പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. അയാളുടെ മുൻപില് ഞാനിപ്പോ ഒരു ദുഷ്ടനും ക്രൂരനും ഒക്കെയാണ്. അങ്ങനൊന്നുമില്ല സർ, സച്ചി ഒരു പാവ. കേസ് ജയിച്ചതിന്റെ എക്സൈറ്റ്മെന്റില് പെട്ടെന്ന് സാറിനെ കണ്ടപ്പോ കൺട്രോൾ പോയെന്നേ ഉള്ളൂ. അയാളുടെ ഉള്ളിലെ രോഷവും പ്രതിഷേധവും സങ്കടവും ഒക്കെ എനിക്കറിയാം. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അയാളുടെ ജീവിതമല്ലേ ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. അയാൾ പറയുന്നതിനൊന്നും എനിക്കൊരു മറുപടി പറയാനുമില്ല. ഇപ്പൊ ഈ കോടതി വിധി വന്നതുപോലെ അർച്ചനയുടെ കാര്യത്തിലും ഒരു സമയം വരും സർ. അന്നെല്ലാം കലങ്ങി തെളിയും. എന്തായാലും വിധി കേട്ടപ്പോ സാറിനൊന്ന് വന്ന് സച്ചി അഭിനന്ദിക്കാൻ തോന്നിയല്ലോ, അത് നന്നായി. ഇനി ഞാനിവിടുന്ന് ശരിയാവില്ല. കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തതിൽ ഒരു തരി പോലും ആർക്കും ഞാൻ തിരിച്ചു കൊടുക്കില്ല. കോടതിയെങ്കിൽ കോടതി. അങ്ങനെ എന്നെ തോൽപ്പിച്ചിട്ട് ആരും ഇതൊന്നും അനുഭവിക്കാന്ന് വ്യാമോഹിക്കണ്ട. വിട്ടുകൊടുക്കരുത്, ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്. കേസ് നടക്കുന്നതിനോടൊപ്പം ആ ജോത്സ്യം പറഞ്ഞ പരിഹാരങ്ങളും കൂടിയൊന്ന് ചെയ്യണം. അദ്ദേഹം വിചാരിച്ച ഈ കേസ് ജയിക്കാൻ പറ്റും. ചെയ്യണം. എല്ലാ പരിഹാരങ്ങളും ഉടൻ ചെയ്യണം. അവന്തികെ, നീ തോറ്റു നിൽക്കുന്ന ഈ നിമിഷം കാണാനും ഞാനിപ്പോ ഇങ്ങോട്ട് നേരിട്ട് വന്നത്. എനിക്ക് സന്തോഷമായി. പാവം വക്കീല്, അയാളല്ലടി നിന്നെ ഈ കേസ് തോൽപ്പിച്ചത്, ഞാനാ. ഈ തിരിച്ചടിയുടെ കൂടെ അടുത്ത അടികൂടിയെ നിനക്ക് ഞാൻ തരാൻ പോവാ. നിന്നെക്കൊണ്ട് ഞാൻ എടുപ്പിക്കാൻ പോകുന്ന കനൽക്കാവടി എന്താണെന്ന് നീ കണ്ടോ? നേരിട്ട് ഏറ്റുമുട്ടി അവരോട് പ്രതികാരം ചെയ്യാനോ അവരെ തോൽപ്പിക്കാനൊന്നും നമുക്കാവില്ലമ്മേ. ആ സാറും മേഡവും പറഞ്ഞ വഴി തന്നെയായിരിക്കും നല്ലത്. അതിന് നമ്മളെ അവരോട് കേറ്റുമോ? എങ്ങനെയെങ്കിലും കയറി കൂടണം. ഇല്ലമ്മേ, അത് നടക്കുന്നു തോന്നുന്നില്ല. കാരണം അവരൊരിക്കലും നമ്മളെ വിശ്വസിക്കില്ല. നമ്മൾ ഏത് വേഷം കെട്ടി ചെന്നാലും അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം ചെയ്യാനാണെന്നേ അവര് കരുതൂ. വേറെ എന്തെങ്കിലും വഴി ആലോചിക്കുന്നതാ നല്ലത്. നമ്മൾ വേറെ എന്ത് വഴി ആലോചിച്ചാലും ആ വീടിന് പുറത്തു നിന്ന് മാത്രമേ അവളെ എതിർക്കാൻ പറ്റൂ. എന്നാ ഇവിടെ ആ ബുദ്ധിയല്ല വേണ്ടത്. മോളെ, പണം കൊണ്ടും സ്വാധീനം കൊണ്ടും നമ്മളെക്കാൾ ശക്തിയുള്ള ശത്രുവിനെ തോൽപ്പിക്കാനുള്ള മാർഗം നേരെ മുന്നിൽ ചെന്ന് വെല്ലുവിളിക്കുകയല്ല, സ്നേഹം നടിച്ച് ഒപ്പം കൂടണം. കാല് പിടിച്ച് ആ വീടിനകത്ത് കയറണം. അവളുടെ വിശ്വാസം നേടണം. എന്നിട്ട് സമയമാവുമ്പോ അവളെ അങ്ങ് തീർക്കണം. അപ്പോ ഈ തെളിവുമായി നമ്മളെ തേടി വന്നവരെ നമുക്ക് വിശ്വസിക്കാല്ലേ? വിശ്വസിക്കാം. അവരുടെയും ലക്ഷ്യം അവന്തികയുടെ നാശമാണ്. ഇല്ലെങ്കിൽ ഈ തെളിവുകളുമായി നമ്മളെ തേടി വരേണ്ട കാര്യമില്ല. ശത്രുവിന്റെ ശത്രു മിത്രമാണ്. ഇവിടെ അവര് നമ്മുടെ മിത്രങ്ങൾ തന്നെയാ. ഇനി അവന്തികയുടെ സർവനാശമാണ്.
ലക്ഷ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ എന്തു പറ്റി? താനും നല്ല ഹാപ്പി മൂഡിലാണല്ലോ. ഹേയ്, ഞാൻ ചുമ്മാ മോളുടെ കൂടെ വർത്താനം പറഞ്ഞ് നിൽക്കായിരുന്നു. ആഹാ, എന്നാ തനിക്ക് ശരിക്കും സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വന്നേ. എനിക്ക് സന്തോഷാവുന്നത് അതെന്ത് വാർത്തയാ? എനിക്കത് കേട്ടപ്പോ വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നോടും കൂടി പറയാമെന്ന് വിചാരിച്ചു. എന്താ കാര്യം? എടോ, താൻ ആഗ്രഹിച്ച പോലെ ആ സച്ചിയുടെ കുടുംബത്തിന് നീതി കിട്ടി. കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചു. അത് ഗൂഗിളിന്റെ റിപ്പോർട്ട് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ ഗൂഗിളിന്റെ റിപ്പോർട്ടാ അവരെ ജയിപ്പിച്ചത്. ഹേയ്, അല്ല, അപ്പൊ തനിക്കിത് കേട്ടപ്പം ശരിക്കും സന്തോഷമൊന്നുമില്ല? ഗൂഗിൾ ഇതുപോലെ എത്രയോ കേസുകളിൽ ഇടപെടുന്നു. ചില കേസുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുമുണ്ട്. അതുപോലൊരു കേസ് തന്നെയല്ലേ ഇതും? ഗൗരിമോളുടെ ഫ്രണ്ട്സിന്റെ വീട്ടുകാരല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമെന്ന്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ അവര് ജയിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ കഴിഞ്ഞ ദിവസം ഗൂഗിളിനോട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതും. പിന്നെ ഗൂഗിൾ പറഞ്ഞ പോലെ നമ്മുടെ ഗൗരിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കുടുംബത്തിന്റെ കാര്യമല്ലേ, ആ സന്തോഷം എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. ആ